വൺ ഡേ വൺ എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ സമ്മർ ഐ ടേൺ പ്രിറ്റി സീരീസ് ആയിട്ടാണ് ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ആ 3 മാസങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു മധ്യവേനൽക്കാലം. അത് ചിലരുടെ ജീവിതത്തെയും അവരുടെ പ്രണയത്തെയും എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോവുകയാണ്. വർഷങ്ങളായി കണ്ടിട്ടും തന്നെ ഒരു കൊച്ചുകുട്ടിയായി മാത്രം കണ്ടവർ ഈ വേനൽക്കാലത്ത് അവളെ മറ്റൊരു കണ്ണിലൂടെ നോക്കാൻ തുടങ്ങുന്നു. ആരാണവൾ? എന്താണ് ഈ വേനൽക്കാലത്ത് അവളെ കാത്തിരിക്കുന്നത്? നമുക്ക് കഥയിലേക്ക് കടക്കാം. ബെല്ലി എന്ന് വിളിക്കുന്ന ഇസബെല്ലിന്റെ കഥയാണിത്. ജനിച്ചതു മുതൽ എല്ലാ വർഷവും വേനൽക്കാലത്ത് അവളും കുടുംബവും കസിൻസ് ബീച്ചിലുള്ള സുസന്നയുടെ ബീച്ച് ഹൗസിലേക്ക് പോകാറുണ്ട്. വർഷം മുഴുവൻ ബെല്ലി കാത്തിരിക്കുന്നത് ഈ ദിവസങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ അമ്മമാരും കുട്ടികളും മാത്രമുള്ള ഒരു പ്രത്യേക ലോകമുണ്ട്. സുസന്നയുടെ മക്കളായ കോൺറാഡും ജെർമിയയും പിന്നെ ബെല്ലിയുടെ സ്വന്തം സഹോദരനായ സ്റ്റീവനും. ഇവർക്കൊപ്പമുള്ള നീന്തലും സിനിമ കാണലുമൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ സന്തോഷം. എന്നാൽ ഇത്തവണത്തെ യാത്രയ്ക്ക് മുൻപ് ബെല്ലിയുടെ കൂട്ടുകാരി ടൈലർ അവളോടൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ബെല്ലി ഇപ്പോൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ശാരീരികമായി അവൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. കോൺറാഡിനോട് 12ാം വയസ്സ് മുതൽ അവൾക്കുള്ള പ്രണയം ടൈലർക്ക് അറിയാമായിരുന്നു. ഈ വേനൽക്കാലത്ത് കോൺറാഡ് അവളെ മറ്റൊരു രീതിയിൽ കാണുമെന്നും അവൻ അവളുടെ പ്രണയത്തിലാകുമെന്നും ടൈലർ പറയുന്നു. എന്നാൽ കോൺറാഡ് തന്നെ അങ്ങനെ കാണില്ലെന്നാണ് ബെല്ലി കരുതുന്നത്. അങ്ങനെ ബെല്ലിയും അവളുടെ എഴുത്തുകാരിയായ ലോറലും സഹോദരൻ സ്റ്റീവനും കസിൻസ് ബീച്ചിലേക്ക് യാത്ര തിരിക്കുന്നു. പണക്കാരിയായ സുസന്നയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ പെരുമാറണമെന്ന് ലോറൽ മക്കളെ ഉപദേശിക്കുന്നുണ്ട്. കാരണം പണത്തിന്റെ കാര്യത്തിൽ ലോറലിന് ചില അപകർഷതാബോധങ്ങൾ ഉണ്ടായിരുന്നു. യാത്രയ്ക്കിടയിൽ ഒരു കടയിൽ വണ്ടി നിർത്തുമ്പോൾ അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ ബെല്ലിയെ ശ്രദ്ധിക്കുകയും അവളൊരു സുന്ദരിയാണെന്ന് പറഞ്ഞ് വൈകുന്നേരത്തെ ബോൺഫയർ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. മുൻപൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോയിരുന്ന തന്നിലേക്ക് ഇപ്പോൾ എല്ലാവരുടെയും നോട്ടമെത്തുന്നത് അവൾ തിരിച്ചറിയുന്നു. അങ്ങനെ അവർ ഒടുവിൽ സുസന്നയുടെ ബീച്ച് ഹൗസിൽ എത്തിച്ചേരുന്നു. അവിടെ അവരെ സ്വീകരിക്കാൻ ജെർമിയയും കോൺറാഡും കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് വളർന്ന് കൂടുതൽ സുന്ദരന്മാരായി മാറിയിരുന്നു. ബെല്ലിയെ കണ്ടയുടനെ ജെർമിയ അവളെ സ്നേഹത്തോടെ വായുവിൽ ഉയർത്തുന്നു. എന്നാൽ കോൺറാഡിന്റെ നോട്ടം ബെല്ലിയിൽ തങ്ങി നിൽക്കുകയാണ്. അവനുടെ കണ്ണട മാറിയതിനെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത്. കണ്ണടയില്ലാത്ത തന്നെയല്ലേ കൂടുതൽ ഭംഗിയെന്ന് ബെല്ലിയും ചോദിക്കുന്നു. തുടർന്ന് പഴയതുപോലെ അവരെല്ലാവരും കൂടി പൂളിലേക്ക് ചാടാൻ തീരുമാനിക്കുന്നു. ആ സന്തോഷത്തിനിടയിൽ ബെല്ലി പെട്ടെന്ന് തന്റെ കാലിന് പരിക്കേറ്റെന്ന് കള്ളം പറഞ്ഞ് അവരെ പറ്റിക്കുന്നുണ്ട്. എല്ലാവരും പരിഭ്രാന്തരാകുമ്പോൾ അവൾ അതൊരു തമാശയായിരുന്നു എന്ന് വെളിപ്പെടുത്തി അവരെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. ഇതേ സമയം അവിടെ എത്തിയ സുസന്ന ബെല്ലിയെ കെട്ടിപ്പിടിച്ച് അവൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ടെന്ന് സ്നേഹത്തോടെ പറയുന്നു. പിന്നീട് ബെല്ലിയുടെ അമ്മ ലോറലിന് തന്റെ പുസ്തകം ഒപ്പിടാൻ കടയിൽ പോകേണ്ടതുണ്ടായിരുന്നു. കൂടെ വരാമെന്ന് ബെല്ലി പറഞ്ഞിരുന്നെങ്കിലും കടലിലിറങ്ങാൻ ആഗ്രഹിച്ച ജെർമിയയുടെ കൂടെ അവൾ ബീച്ചിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർ പരസ്പരം സംസാരിക്കുകയും വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നു. ഇതേ സമയം അമ്മമാർ വീട്ടിനുള്ളിലിരുന്ന് തങ്ങളുടെ ഭർത്താക്കന്മാരെക്കുറിച്ചും ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു. അത്താഴ സമയത്ത് ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്ന സ്റ്റീവനെ ലോറൽ വഴക്ക് പറയുന്നുണ്ട്. കോൺറാഡ് കോളേജ് ഫുട്ബോൾ ഉപേക്ഷിച്ച കാര്യം ഈ സമയത്താണ് എല്ലാവരും അറിയുന്നത്. അവനത് കളിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഈ വേനൽക്കാലത്ത് ജെർമിയ ലൈഫ് ഗാർഡായും സ്റ്റീവൻ ക്ലബിലെ സ്നാക്ക് ഷോപ്പിലും ജോലി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സംഭാഷണങ്ങൾക്കിടയിലാണ് സുസന്ന ബെല്ലിക്കായി കരുതിവെച്ച ഒരു വലിയ സർപ്രൈസ് വെളിപ്പെടുത്തുന്നത്. കസിൻസ് ബീച്ചിലെ പ്രശസ്തമായ ഡെബ്യൂട്ടൻ ബോൾ പാർട്ടിയിൽ പങ്കെടുക്കാൻ ബെല്ലിക്ക് ഒരു ക്ഷണം സംഘടിപ്പിച്ചിരിക്കുന്നു. ഇതറിഞ്ഞ ഉടനെ ലോറൽ ഇതിനെ ശക്തമായി എതിർക്കുന്നു. പെൺകുട്ടികളെ വെളുത്ത വസ്ത്രം ധരിപ്പിച്ച് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ പഴയ രീതി വെറും വിഡ്ഢിത്തമാണെന്നാണ് ലോറൽ കരുതുന്നത്. എന്നാൽ സുസന്ന ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് പെൺകുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നല്ലതാണെന്ന് അവർ വാദിക്കുന്നു. സ്റ്റീവൻ ബെല്ലിയെ കളിയാക്കിക്കൊണ്ട് അവൾക്ക് ഇതിനുള്ള പക്വതയായിട്ടില്ലെന്ന് സംസാരിക്കുന്നു. ഒടുവിൽ താൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് ബെല്ലി സമ്മതിക്കുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ബെല്ലി ജനലിലൂടെ നോക്കുമ്പോൾ കോൺറാഡ് പൂളിനരികിലിരുന്ന് കഞ്ചാവ് വലിക്കുന്നത് കാണുന്നു. അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എപ്പോഴും ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന അവൻ പുകവലിക്കുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെടുന്നു. കോൺറാഡിന്റെ പെരുമാറ്റത്തിൽ വലിയൊരു മാറ്റം ബെല്ലി ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് അവന് സംഭവിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവനത് വ്യക്തമാക്കാതെ ഒഴിഞ്ഞുമാറുന്നു. താൻ ഫുട്ബോൾ ഉപേക്ഷിച്ചെന്നും ഇനി അത് കളിക്കുന്നില്ലെന്നും അവൻ പറയുന്നു. ആ സമയത്താണ് ജെർമിയയും സ്റ്റീവനും അങ്ങോട്ടേക്ക് വരുന്നത്. കസിൻസ് ബീച്ചിലെ ഈ സീസണിലെ ആദ്യത്തെ ബോൺഫയർ പാർട്ടി ബീച്ചിൽ നടക്കുന്നുണ്ടെന്നും തങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുവെന്നും അവർ പറയുന്നു. കൂടെ വരാൻ ആഗ്രഹിച്ച ബെല്ലിയെ അവർ കൂടെ കൂട്ടുന്നില്ല. അമ്മമാരോടൊപ്പം സിനിമ കാണാൻ പറഞ്ഞ് അവൾ അവളെ ഏൽപ്പിച്ചു പോകുന്നു. ഇത് ബെല്ലിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. അമ്മമാരോടൊപ്പം സിനിമ കാണാൻ നിൽക്കാതെ അവൾ മുറിയിലേക്ക് പോകുന്നു. ഇതേ സമയം ലോറലിന്റെ പുതിയ പുസ്തകത്തിന് വലിയ വിൽപ്പനയില്ലാത്തതിനെക്കുറിച്ച് സുസന്ന അവളോട് സംസാരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമാകാനും ഡേറ്റിംഗ് ആപ്പുകൾ നോക്കാനും സുസന്ന ലോറലിനെ സ്നേഹത്തോടെ നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ ലോറലിന് അതിലൊന്നും താല്പര്യമില്ലായിരുന്നു. സ്വന്തം മുറിയിലെത്തിയ ബെല്ലി കൂട്ടുകാരി ടൈലറിനെ ഫോണിൽ വിളിക്കുന്നു. ടൈലർ അവളോട് അവിടെ ഇരുന്ന് കരയാതെ വസ്ത്രം മാറി ആ ബോൺഫയർ പാർട്ടിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. കോൺറാഡിന് മുന്നിൽ കൂടുതൽ ആകർഷകമായി പ്രത്യക്ഷപ്പെടാൻ അവൾ ബെല്ലിക്കൊരു സുന്ദരമായ വസ്ത്രവും സമ്മാനമായി നൽകിയിരുന്നു. ആദ്യം മടിച്ചെങ്കിലും ഒടുവിൽ ആ വസ്ത്രവും ധരിച്ച് ആരും അറിയാതെ ബീച്ചിലെ ബോൺഫയർ പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ബീച്ചിലെത്തിയ ബെല്ലിയെ നേരത്തെ ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടിയ ചെറുപ്പക്കാരൻ തിരിച്ചറിയുകയും അവളുടെ അടുത്തേക്ക് സംസാരിക്കാനായി വരികയും ചെയ്യുന്നു. അവൻ അവൾക്ക് മദ്യം നൽകാൻ ശ്രമിച്ചെങ്കിലും അവൾ അത് നിരസിച്ചു. ആ സമയത്താണ് അവിടെ എത്തിയ സ്റ്റീവൻ ബെല്ലിയെ കാണുന്നത്.
അവളുടെ വസ്ത്രധാരണവും അവിടെ നിൽക്കുന്നതും കണ്ട് സ്റ്റീവൻ ദേഷ്യപ്പെടുകയും അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ തന്നെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിയന്ത്രിക്കരുതെന്ന് ബെല്ലി അവനോട് തർക്കിക്കുന്നു. ഈ വഴക്കിനിടയിലേക്ക് ജെറമിയയും കോൺറാഡും കടന്നുവരുന്നു. കോൺറാഡിനൊപ്പം നിക്കോൾ എന്ന സുന്ദരിയായ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കോൺറാഡിനൊപ്പം ഡെബ്യൂട്ടൻ ബോളിൽ പങ്കെടുത്ത പെൺകുട്ടിയായിരുന്നു അവൾ. കോൺറാഡിനൊപ്പം മറ്റൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ബെല്ലിക്ക് വലിയ സങ്കടവും അസൂയയും തോന്നി. ഈ സങ്കടങ്ങൾക്കിടയിലാണ് ബീച്ചിൽ തനിച്ചിരുന്ന ബെല്ലിയുടെ അടുത്തേക്ക് ക്യാം എന്ന ചെറുപ്പക്കാരൻ വരുന്നത്. കോൺറാഡിനൊപ്പമുള്ള പെൺകുട്ടിയെ നോക്കി സങ്കടപ്പെട്ടിരുന്ന അവളെ ക്യാം പൂർണ്ണമായും മാറ്റുന്നു. തങ്ങൾ രണ്ടുപേരും മുൻപ് 7ാം ക്ലാസ്സിലെ ഒരു പരിപാടിക്കിടയിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് ക്യാം ബെല്ലിയെ ഓർമ്മിപ്പിക്കുന്നു. ലാറ്റിൻ കൺവെൻഷനിൽ വെച്ച് താൻ ബെല്ലിയുടെ കവിത അവതരണം തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും അവൻ പറയുന്നു. അവിടെ ഉണ്ടായ തണുത്ത കാറ്റിൽ വിറച്ചു നിന്ന ബെല്ലിക്ക് ക്യാം തന്റെ ഹുഡി ഊരി നൽകുന്നു. മുൻപ് അവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ ബെല്ലി വീണതിനെക്കുറിച്ചും തമാശയായി സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട് ബെല്ലിക്ക് വലിയ നാണക്കേട് തോന്നുന്നു. ഇവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള ആൺകുട്ടികൾ ആരെങ്കിലും തന്റെ കാമുകന്മാരാണോ എന്ന് ക്യാം ചോദിക്കുന്നു. എന്നാൽ അവരെല്ലാവരും തന്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മക്കളാണെന്ന് ബെല്ലി വ്യക്തമാക്കുന്നു. തന്നെ ആരും ഒരു പെൺകുട്ടിയായി പോലും കാണാറില്ലെന്ന് അവൾ പറയുന്നു. എന്നാൽ ക്യാം അവളെ വളരെ താല്പര്യത്തോടെയാണ് നോക്കുന്നത്. രാവിലെ തിമിംഗലങ്ങളെ നിരീക്ഷിക്കാൻ പോകുന്ന ബോട്ടിൽ തനിക്കൊരു ഇന്റേൺഷിപ്പ് ജോലിയുണ്ടെന്നും താല്പര്യമുണ്ടെങ്കിൽ കൂടെ വരുന്നുവെന്ന് ക്യാം ചോദിക്കുന്നു. വരാമെന്ന് ബെല്ലി സമ്മതിക്കുന്നു. ഇതേസമയം പാർട്ടിക്കിടയിൽ കോൺറാഡും അവിടെ ഉണ്ടായിരുന്ന ചില പ്രാദേശിക ചെറുപ്പക്കാരും തമ്മിൽ വലിയൊരു തർക്കമുണ്ടാകുന്നു. കുടിച്ചിരുന്ന കോൺറാഡ് മറ്റുള്ളവരോട് അനാവശ്യമായി ദേഷ്യപ്പെടുകയും അതൊരു വലിയ അടിപിടിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ജെറമിയയും സ്റ്റീവനും അവരെ പിടിച്ചുമാറ്റാൻ പരമാവധി ശ്രമിച്ചെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ആ സമയത്താണ് അവിടെ എത്തിയ പോലീസ് സൈറൺ മുഴക്കുന്നത്. പോലീസിനെ കണ്ടതോടെ എല്ലാവരും ചിതറിയോടാൻ തുടങ്ങി. സ്റ്റീവനും ജെറമിയയും ചേർന്ന് ബെല്ലിയെയും കൂട്ടി അവിടെ നിന്ന് ഓടുന്നു. തനിക്ക് ക്യാമിന്റെ കൂടെ വീട്ടിൽ പോകാമെന്ന് ബെല്ലി പറഞ്ഞെങ്കിലും പരിചയമില്ലാത്ത ഒരാളോടൊപ്പം പോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് സ്റ്റീവൻ അവളെ നിർബന്ധിച്ച് കാറിൽ കയറ്റുന്നു. വഴി പറയുമ്പോൾ ക്യാം അവളുടെ ഹുഡി തിരികെ വാങ്ങാൻ രാവിലെ വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ഈ വർഷത്തെ തന്റെ വേനൽക്കാല ആഗ്രഹമെന്ന് ബെല്ലി മനസ്സിലുറപ്പിക്കുന്നു. കാറിലെ മടക്കയാത്ര തികച്ചും അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു. വണ്ടി ഓടിച്ചിരുന്ന സ്റ്റീവൻ ബെല്ലിയോട് വളരെയധികം ദേഷ്യപ്പെടുകയായിരുന്നു. വഴിയുടനീളം അവൻ അവളെ വഴക്കു പറഞ്ഞു. എന്നാൽ കോൺറാഡ് വണ്ടിയുടെ പിറകിലെ സീറ്റിലിരുന്ന് പൂർണ്ണമായും നിശബ്ദനായി ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. അവരുടെ മനസ്സുകളിൽ പലതരത്തിലുള്ള ചിന്തകൾ അലയടിക്കുകയായിരുന്നു. അമ്മയെ ഉണർത്താതെ പതുക്കെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ലോറലിന്റെ കൺമുന്നിലാണ് അവർ ചെന്നുപെടുന്നത്. പോലീസുകാരുമായി സംസാരിച്ച ലോറൽ അവരോട് ക്ഷമ ചോദിക്കുന്നു. സുസന്നയുടെ ഭർത്താവിന്റെ വലിയ സ്വാധീനം കൊണ്ടാണ് കുട്ടികൾ വലിയ കേസുകളിൽ പെടാതെ രക്ഷപ്പെടുന്നത്. കുട്ടികളുടെ ഈ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റത്തിൽ ലോറൽ ശക്തമായി കുറ്റപ്പെടുത്തുന്നു. അവർ നൈറ്റിൽ അനുവാദമില്ലാതെ പാർട്ടിയിൽ പോയതിനെയും വസ്ത്രധാരണത്തെയും ലോറൽ ശക്തമായി കുറ്റപ്പെടുത്തുന്നു. തന്നെ എപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെ കാണരുതെന്ന് ബെല്ലി ദേഷ്യത്തോടെ പറയുന്നു. എന്നാൽ മുതിർന്നവരെ പോലെ പെരുമാറിയാൽ മാത്രമേ ആ പരിഗണന ലഭിക്കൂവെന്ന് ലോറൽ അവളെ ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ എങ്ങനെ മാറുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അമ്മയുടെ വഴക്ക് കേട്ട് എല്ലാവരും വിഷമത്തോടെ സ്വന്തം മുറികളിലേക്ക് പോകുന്നു. അന്ന് രാത്രി ബെല്ലിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. സ്വന്തം മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾക്ക് പലതരത്തിലുള്ള ചിന്തകളായിരുന്നു. ഇത്രയും കാലം തന്നെ ആരും ശ്രദ്ധിക്കാത്ത ഒരു സാധാരണ പെൺകുട്ടിയായി ജീവിച്ച താൻ ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്നിലേക്ക് വരുന്ന ഈ പുതിയ മാറ്റങ്ങൾ അവൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കോൺറാഡിന്റെ മാറ്റം അവിടെ സങ്കടപ്പെടുത്തുന്നുണ്ടായിരുന്നു. താൻ ജീവനതുല്യം സ്നേഹിക്കുന്ന കോൺറാഡ് എന്തിനാണ് ഇത്രയധികം മാറിപ്പോയത്? അവന്റെ ഉള്ളിൽ എന്തോ വലിയൊരു സങ്കടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അത് കണ്ടെത്താൻ അവൾ ആഗ്രഹിച്ചു. ഒരുപക്ഷെ അവൾക്കായിരിക്കാം അവനെ സഹായിക്കാൻ കഴിയുക. ആ ആകുലതകളോടെ അവൾ ഉറങ്ങാൻ ശ്രമിക്കുന്നു. അടുത്ത ദിവസം രാവിലെ വളരെ നേരത്തെ തന്നെ ബെല്ലി ഉണരുന്നു. ശാന്തമായ ആ വലിയ ബീച്ച് ഹൗസിൽ പുലർക്കാല വെളിച്ചം പരന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബീച്ചിലെ തിരമാലകളുടെ ശാന്തമായ ശബ്ദം മാത്രമാണ് അവിടെ കേൾക്കാനുണ്ടായിരുന്നത്. താഴേക്ക് വന്ന ബെല്ലി കാണുന്നത് പുറത്തെ ഡെക്കിലിരുന്ന് ദൂരേക്ക് നോക്കുന്ന കോൺറാഡിനെയാണ്. തലേന്ന് ദിവസം രാത്രിയിലെ അടിപിടി കാരണം അവന്റെ കണ്ണിന് താഴെ നല്ലൊരു ചതവ് വീണിട്ടുണ്ടായിരുന്നു. കറുത്ത പാടുകൾ നിറഞ്ഞ അവന്റെ മുഖത്തേക്ക് ബെല്ലി സങ്കടത്തോടെയും ആർദ്രതയോടെയും നോക്കുന്നു. അവന്റെ ചിതറിക്കിടക്കുന്ന മുടിയിലേക്ക് നോക്കിയ അവൾ, നിനക്ക് നാളെ വലിയൊരു കറുത്ത പാട് അവിടെ ഉണ്ടാകുമെന്ന് തമാശയായി പറയുന്നു. എന്നാൽ അതിനകം തന്നെ അത് അവിടെ രൂപം പെട്ടിരുന്നു. കഴിഞ്ഞ രാത്രി നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. തലേന്ന് ദിവസം രാത്രി അത്രയധികം കുടിച്ചിട്ടും നടന്ന കാര്യങ്ങളെല്ലാം കോൺറാഡിന് കൃത്യമായി ഓർമ്മയുണ്ടായിരുന്നു. താൻ എപ്പോൾ കുടിച്ചാലും എല്ലാം ഓർമ്മിക്കാറുണ്ടെന്ന് അവൻ ബെല്ലിയോട് വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ അവൻ തന്റെ കയ്യിലെ പുകയില വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ബെല്ലി അത് വാങ്ങി മാറ്റുന്നു. അമ്മ കണ്ടാൽ കൊന്നുകളയുമെന്ന് അവൾ അവനെ ഓർമ്മിപ്പിച്ചു. എങ്കിൽ പിന്നെ താൻ പുകവലിക്കുന്നത് നിർത്തിയാൽ പകരം തനിക്ക് എന്ത് നൽകുമെന്ന് കുസൃതിയോടെ കോൺറാഡ് ചോദിക്കുന്നു. തനിക്കൊന്നും നൽകാൻ കഴിയില്ലെന്നും സ്വന്തം നന്മയ്ക്കായി അവനത് നിർത്തണമെന്നും ബെല്ലി പറയുന്നു. അവളുടെ ഈ കെയറിംഗ് നിറഞ്ഞ പെരുമാറ്റവും ഇപ്പോഴും ശരിയാക്കാത്ത അവളുടെ മെസ്സിയായ മുടിയും കണ്ട് പഴയ കുസൃതി നിറഞ്ഞ ബെല്ലി തന്നെയാണിതെന്നും അവൾ ഉള്ളിൽ മാറിയിട്ടില്ലെന്നും എവൻ ചിരിയോടെ മനസ്സിലാക്കുന്നു. തുടർന്ന് മറ്റുള്ളവർ ഉണരുന്നതിനു മുൻപ് തന്നെ ബേക്കറിയിൽ പോയി നല്ല മഫിനുകൾ വാങ്ങി വരാമെന്ന് കോൺറാഡ് ബെല്ലിയോട് പറയുന്നു. വർഷങ്ങളായി അവർ ഒരുമിച്ച് ചെയ്യാറുള്ള ഒരു കാര്യമായിരുന്നു അത്. എന്നാൽ ഇത്തവണ ബെല്ലി മറ്റൊരു തീരുമാനത്തിലാണ് എത്തിയിരുന്നത്. അവൾ കോൺറാഡിനൊപ്പം പോകാൻ തയ്യാറായിരുന്നില്ല. മറ്റുള്ളവർ ഉണരുന്നതിനു മുൻപ് ബേക്കറിയിൽ പോയി മഫിനുകൾ വാങ്ങാൻ പോകാമെന്ന കോൺറാഡിന്റെ ക്ഷണം ബെല്ലി സ്നേഹത്തോടെ നിരസിക്കുന്നു.
മുൻപത്തെ വർഷങ്ങളിലെല്ലാം അവൾ അവന്റെ പിന്നാലെയായിരുന്നു നടന്നിരുന്നത്. അവൻ എന്തു പറയുന്നോ അത് കേൾക്കാൻ മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു സാധാരണ കൊച്ചുകുട്ടിയായിരുന്നു അവൾ. എന്നാൽ ഇത്തവണ അവൾക്ക് സ്വന്തമായൊരു വഴിയുണ്ടായിരുന്നു. താൻ തിമിംഗലങ്ങളെ കാണാൻ പോകുകയാണെന്ന് അവൾ അവനോട് പറയുമ്പോൾ കോൺറാഡ് വല്ലാതെ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം ബെല്ലി തന്നോടൊപ്പം വരാതെ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ വേനൽക്കാലം മറ്റു വർഷങ്ങളെപ്പോലെയാകാൻ താൻ അനുവദിക്കില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്നു. അവൾ സ്വയം മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞു. തന്റെ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും കണ്ടെത്താൻ ഈ വേനൽക്കാലം അവൾക്ക് വലിയൊരു വഴിത്തിരിവായി മാറും. സുസന്നയുടെ ആഗ്രഹം പോലെ ഡെബ്യൂട്ടൻ ബോളിൽ പങ്കെടുക്കാൻ അവൾ ഒടുവിൽ തയ്യാറാകുന്നു. ആ വലിയ സമൂഹത്തിന് മുന്നിൽ തന്നെ ഒരു മുതിർന്ന പെൺകുട്ടിയായി അവതരിപ്പിക്കാനുള്ള സമയമാണിതെന്ന് അവൾ തിരിച്ചറിയുന്നു. ഒരു കൊച്ചുകുട്ടിയിൽ നിന്നും സ്വന്തം ജീവിതത്തെയും പ്രണയത്തെയും തീരുമാനിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയായി ബെല്ലി ഇവിടെ മാറുകയാണ്. തിരിഞ്ഞു നോക്കാതെ ബീച്ചിലൂടെ ക്യാമ്പിന്റെ അടുത്തേക്ക് ബെല്ലി നടന്നു പോകുന്നതോടെ ഈ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു പെൺകുട്ടിയുടെ മാനസികവും ശാരീരികവുമായ പരിവർത്തനമാണ് ഈ പരമ്പര നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. അവളുടെ പ്രണയവും അവൾ നേരിടുന്ന വെല്ലുവിളികളും ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.